എവരിവൺ, ലൂസീസ് ഹോം ഫോർ സൊല്യൂഷൻസിന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ 9ാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള മനുഷ്യന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് നന്ദി പറയുന്നത്, അല്ലെ? നന്ദി എന്ന് പറയുന്ന ആ ഒരു വികാരം നമുക്ക് എങ്ങനെ പ്രകടിപ്പിക്കാം വാക്കുകളിലൂടെ എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ നമ്മൾ ഒരാളോട് നന്ദി പറയുമ്പോഴേക്കും നമ്മൾ സാധാരണ പറയുന്നത് താങ്ക് യു വെരി മച്ച്, അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഇതൊക്കെ ശരിയാണ്, പ്രശ്നൻസ് ഉണ്ട്. അതിപ്പോ നമുക്ക് നോക്കാം. ഒരാൾ നമ്മളോട് അയാൾ നല്ലൊരു വിശാല മനസ്കത കാണിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് അയാളോട് പറയാവുന്ന ഒരു എക്സ്പ്രഷനാണ് താങ്ക് യു ഫോർ യുവർ ജനറോസിറ്റി. താങ്ക് യു ഫോർ യുവർ ജനറോസിറ്റി. ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വിശാല മനസ്കത. താങ്കളുടെ ആ വിശാല മനസ്കതയ്ക്ക് നന്ദി എന്നുള്ളതാണ് താങ്ക് യു ഫോർ യുവർ ജനറോസിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മളോടൊരു കരുണ കാണിച്ചു, അല്ലെങ്കിൽ ഒരു കാരുണ്യ പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്തു. അപ്പൊ ആ കാരുണ്യ പ്രവൃത്തിക്ക് നന്ദി എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പറയാം താങ്ക് യു ഫോർ യുവർ കൈൻഡ്നെസ്. താങ്ക് യു ഫോർ യുവർ കൈൻഡ്നെസ്. കൈൻഡ്നെസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ താങ്കളുടെ ദയയ്ക്ക് നന്ദി, അല്ലെങ്കിൽ താങ്കളുടെ കരുണയ്ക്ക് നന്ദിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ നമുക്ക് പറയാം താങ്ക് യു ഫോർ യുവർ മേഴ്സി. കരുണ എന്നുള്ളതിന്റെ തത്തുല്യമായിട്ടുള്ള പദമാണ് മേഴ്സി. താങ്ക് യു ഫോർ യുവർ മേഴ്സിഫുൾ ഡീഡ്. താങ്കളുടെ കാരുണ്യം നിറഞ്ഞ പ്രവൃത്തിക്ക് നന്ദി. അപ്പൊ താങ്ക് യു ഫോർ യുവർ മേഴ്സിഫുൾ ഡീഡ്. മേഴ്സിഫുൾ ഡീഡ് കണ്ട. ഒരാൾക്ക് അസുഖമായിരുന്നു, അപ്പൊ അയാൾ അസുഖം ഭേദമായിട്ട് തിരിച്ചു വന്നു. അപ്പൊ നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്ന ഒരു എക്സ്പ്രഷനാണ് താങ്ക് ഗോഡ് ഹീസ് വെൽ. താങ്ക് ഗോഡ് ഹീസ് വെൽ. നമ്മളെ ഒരാൾ ഒരു നല്ല പാത കാണിച്ചു തന്നു, നമുക്ക് ജീവിതത്തിൽ വഴി കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വഴി ആ വഴി കാണിച്ചു തരുന്നത് മാത്രമല്ല, നമുക്ക് ജീവിതത്തിന് നല്ലൊരു വഴി ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരാൾ ഒരു നല്ല കാര്യം നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ നമ്മൾ അയാളോട് പറയും താങ്ക് യു ഫോർ ഷോയിങ് ദ വേ. താങ്ക് യു ഫോർ ഷോയിങ് ദ വേ. എന്നെ ഒരു നല്ല വഴി കാണിച്ചു തന്നെ. താങ്ക് യു ഫോർ ഷോയിങ് മീ എ ഗുഡ് വേ. താങ്ക് യു ഫോർ ഷോയിങ് മീ എ ഗുഡ് വേ. ഒരു നല്ല വഴി കാണിച്ചു തന്നതിന് ഞാൻ നന്ദി പറയുന്നു. അല്ലെങ്കിൽ നമുക്കൊരു അവസരം തന്നു, അപ്പൊ നമ്മൾ പറയും താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു അവസരം എനിക്ക് തന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇനി വേറൊരു എക്സ്പ്രഷനാണ് ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങയോട് നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നു അതെന്നുള്ളതിന്റെ ഒരു ഇതാണ് ഐ ആം ഗ്രേറ്റ്ഫുൾ ടു യു. നമ്മൾ അങ്ങയോട് കൃതാർത്ഥനാണ്. എന്നോട് ഒരാൾ നന്ദി പറയുമ്പോഴേക്കും നമ്മൾ പറയുമോ എന്നോട് നന്ദിയൊന്നും പറയണ്ട, നോ നീഡ് ടു താങ്ക് മീ. നോ നീഡ് ടു താങ്ക് മീ. നന്ദി പറഞ്ഞാൽ തീരാത്ത ഒരു പ്രവൃത്തിയാണ് താങ്കൾ ചെയ്തത്. നമ്മൾ എങ്ങനെ പറയുന്നത്? ദിസ് ഈസ് എ താങ്ക്ലെസ് ജോബ്. ദിസ് ഈസ് എ താങ്ക്ലെസ് ജോബ്. അല്ലെങ്കിൽ നമുക്ക് പറയാം യു ഡിഡ് എ താങ്ക്ലെസ് ജോബ്. ഞാൻ എങ്ങനെ നിങ്ങൾക്ക് നന്ദി പറയും? എന്റെ നന്ദി ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കും? ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഹൗ ക്യാൻ ഐ എക്സ്പ്രസ് മൈ താങ്ക്ഫുൾനെസ് ടു യു. ഹൗ ക്യാൻ ഐ എക്സ്പ്രസ് മൈ താങ്ക്ഫുൾനെസ് ടു യു. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ഹൗ ക്യാൻ ഐ എക്സ്പ്രസ് മൈ താങ്ക്സ് ടു യു. ഹൗ ക്യാൻ ഐ എക്സ്പ്രസ് മൈ താങ്ക്സ് ടു യു. നന്ദി എന്നുള്ളതിന് പകരം നമുക്ക് ഒരു കോടി നന്ദി എന്നൊക്കെ പറയാം, അല്ലെ? അപ്പൊ അതുപോലെയൊക്കെയുള്ള എക്സ്പ്രഷൻ ആണ് താങ്ക്സ് എ മില്യൺ. താങ്ക്സ് എ മില്യൺ. താങ്ക്സ് എ മില്യൺ എന്ന് വെച്ചാൽ ഒത്തിരി നന്ദി, കോടി നന്ദി എന്നുള്ള അർത്ഥമാണ് അതിന്റെ. താങ്ക്സ് എ മില്യൺ. എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഐ ഡു നോട്ട് നോ ഹൗ ടു താങ്ക് യു. ഐ ഡു നോട്ട് നോ ഹൗ ടു താങ്ക് യു. സോ കൈൻഡ് ഓഫ് യു. നിങ്ങൾ എത്ര ദയാലുവാണ്. സോ കൈൻഡ് ഓഫ് യു. നിങ്ങൾ എന്ത് നല്ല വ്യക്തിയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള താങ്ക്ഫുൾനെസിന്റെ, അതായത് നന്ദിയുടെ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ അയാളോട് പറയുന്നതിൽ. താങ്കൾ ഒരു കാരുണ്യവാനായിട്ടുള്ള വ്യക്തിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ നന്മ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് നന്ദിപൂർവ്വമാണ് അത് പറയുന്നത്. സോ കൈൻഡ് ഓഫ് യു. നേരത്തെ കണ്ടു ഐ കനോട്ട് എക്സ്പ്രസ് മൈ താങ്ക്സ് ടു യു എന്ന് പറഞ്ഞ ഒരു സെന്റൻസ് കണ്ടല്ലേ. വേർഡ്സ് ക്യാൻ ഡിസ്ക്രൈബ് ഹൗ താങ്ക്ഫുൾ ഐ ആം. വേർഡ്സ് ക്യാൻ ഡിസ്ക്രൈബ്. വാക്കുകൾക്ക് ഇതാണ് ഡിസ്ക്രൈബ്, വിവരിക്കാൻ കഴിയാത്ത വിധത്തില്. വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയില്ല ഞാൻ എത്രമാത്രം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. വേർഡ്സ് ക്യാൻ ഡിസ്ക്രൈബ് ഹൗ താങ്ക്ഫുൾ ഐ ആം. വേറെ ഒന്നാണ് യു ആർ സോ ഗ്രേറ്റ്. വളരെ നേരത്തെ ഇപ്പൊ കണ്ടതുപോലെ തന്നെ ഹൗ കൈൻഡ് ഓഫ് യു.
എന്ന് പറയുന്നത് യു ആർ സോ ഗ്രേറ്റ്. മറ്റുള്ളവരുടെ മഹത്വം വർണ്ണിച്ച് പാടുന്നത് നമ്മൾ എപ്പോഴും അവരോട് നമ്മുടെ ഉള്ളിലൊരു താങ്ക്ഫുൾനെസ് അല്ലെ, നമ്മുടെ ഉള്ളിലൊരു നന്ദി, കൃതജ്ഞത ഉള്ളത് കൊണ്ടാണ് മറ്റുള്ളവര് നന്ദി, ഇങ്ങനെ അവരുടെ നന്മകൾ നമ്മൾ എടുത്തു കാണിച്ച് പറയുന്നത്. അപ്പൊ അതുപോലെയുള്ള എക്സ്പ്രഷൻസ് ആണ് യു ആർ സോ ഗ്രേറ്റ്, യു ആർ സോ ഗുഡ്, യു ആർ സോ കൈൻഡ് എന്നൊക്കെ പറയുന്നത്. താങ്ക് യു, യു ആർ സോ ഗുഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചേർത്ത് പറയാം നമുക്ക് താങ്ക് യു പറയുമ്പോഴേക്കും. നമ്മൾ സിമ്പിളായിട്ട് മറ്റുള്ളവരോട് താങ്ക്സ് അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറയുന്നേക്കാളും ഇങ്ങനെ കുറച്ച് എക്സ്പ്രഷൻസ് ചേർത്ത് പറയുമ്പോഴേക്കും ആ കേൾക്കുന്ന ആൾക്ക് അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരെ കൂടുതൽ സന്തോഷിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള പദങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. താങ്ക്സ് എ ബഞ്ച്. ബഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോ പൂക്കളൊക്കെ കൊടുക്കൂലേ, ഇപ്പൊ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് പൂക്കളൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ ഈ പൂക്കൾ ഇങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ ഒരുമിച്ചല്ലേ നിൽക്കുന്നു, അപ്പൊ അതിന് ബഞ്ച് എന്നാണ് പറയുന്നത്. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് എന്നൊക്കെ പറയും. അപ്പൊ ബഞ്ചായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന രീതിയിൽ, അതുകൊണ്ടാണ് താങ്ക്സ് എ ബഞ്ച് എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. ഒത്തിരി നന്ദി എന്നാണ് അതിന്റെ അർത്ഥം. മൈ ഗ്രാറ്റിറ്റ്യൂഡ് നോസ് നോ ബൗണ്ട്സ്. മൈ ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി എന്നാണ് അതിന്റെ അർത്ഥം. മൈ ഗ്രാറ്റിറ്റ്യൂഡ് നോസ് നോ ബൗണ്ട്സ്. നോസ് എന്ന് വെച്ചാൽ അറിയുന്നു, നോ ബൗണ്ട്സ് എന്ന് വെച്ചാൽ അതിരുകൾ. അപ്പൊ എന്റെ നന്ദി അതിരുകൾ അറിയുന്നില്ല, അതായത് എന്റെ നന്ദിക്ക് സീമകളില്ലാത്ത നന്ദിയാണ് എനിക്കുള്ളത്. സീമ എന്ന് വെച്ചാൽ അതിരുന്നല്ലേ, അതിരുകളില്ലാത്ത നന്ദിയാണ് എനിക്കുള്ളത് എന്നുള്ള ഇതിന്റെ എക്സ്പ്രഷനാണ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് നോസ് നോ ബൗണ്ട്സ്. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞ കടപ്പാട്. ഒബ്ലൈസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടപ്പെട്ടിരിക്കുന്നു. ഐ ആം ഒബ്ലൈസ്ഡ് ടു യു, ഐ ആം ഒബ്ലൈസ്ഡ് ടു യു. ഞാൻ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ നന്ദി എന്നുള്ളത് നമുക്ക് ഒരു കടപ്പാടും കൂടിയുണ്ട്. നന്ദി മറ്റുള്ളവരിൽ നിന്ന് നമ്മളൊരു സഹായം സ്വീകരിക്കുമ്പോൾ തിരിച്ചവർക്ക് നന്ദി, അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാനുള്ള ഒരു കടപ്പാട് നമുക്കുണ്ട്. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഐ ആം ഒബ്ലൈസ്ഡ് ടു യു എന്ന് പറയുമ്പോൾ. ഓക്കെ, പ്ലീസ് അക്സെപ്റ്റ് മൈ ഡീപ്പസ്റ്റ് താങ്ക്സ്. നമ്മൾ ഇതൊക്കെ നന്ദി പറയുന്നിടത്തൊക്കെ നമുക്ക് ഉപയോഗിക്കട്ടെ. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് നന്ദി പ്രകടനം നടത്തുന്നിടത്തൊക്കെ നമുക്ക് ഇതുപോലെയുള്ള സെന്റൻസുകളൊക്കെ ഉപയോഗിക്കാം. പ്ലീസ് അക്സെപ്റ്റ് മൈ ഡീപ്പസ്റ്റ് താങ്ക്സ്. എൻ്റെ അഗാധമായിട്ടുള്ള നന്ദി സ്വീകരിക്കുവിൻ. പ്ലീസ് അക്സെപ്റ്റ് മൈ ഡീപ്പസ്റ്റ് താങ്ക്സ്. മറ്റുള്ളവർ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുമ്പോഴേക്കും നമ്മൾ താങ്ക്സ് പറയുന്നതിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റിയ ഒരു എക്സ്പ്രഷനാണ് ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനന്ദിക്കുന്നു അല്ലെ. നമ്മൾ സംതൃപ്തി ഉള്ളപ്പോഴാണ് നമ്മൾ അഭിനന്ദിക്കണതല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ സംതൃപ്തനാണ്, അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് നിന്നെ അഭിനന്ദിക്കുന്നു എന്നുള്ള ഒരു എക്സ്പ്രഷനാണ് ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. താങ്കൾ ചെയ്ത സഹായത്തിന് ഞാൻ നന്ദി പറയുന്നു എന്നുള്ള സൂചനയുള്ള ഒരു സെന്റൻസ് ആണിത്, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. അല്ലെ, ഇതുപോലെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള താങ്ക്സ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന സെന്റൻസുകളൊക്കെ ശേഖരിക്കുക. എന്നിട്ട് അതൊക്കെ നമ്മുടെ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഹാർട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നന്ദിയുള്ളവരാകുക, നന്ദിയുള്ള സെന്റൻസുകൾ തെരഞ്ഞെടുത്ത് സംഭാഷണങ്ങളിൽ പ്രയോഗിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഇന്നത്തെ വൊക്കാബുലറി നോക്കാം. സ്ക്യൂസ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ക്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ പിഴിയുക. ഇപ്പൊ നമുക്ക് തുണി പിഴിയാം അല്ലെ, അലക്കുമ്പോഴേക്ക് തുണിയൊക്കെ പിഴിയണതിന് നമുക്ക് സ്ക്യൂസ്. പിന്നെ ലെമൺ കട്ട് ചെയ്തിട്ട് നമുക്ക് സ്ക്യൂസ് ചെയ്ത് അതിൽ നിന്ന് നീരെടുക്കാം. സെന്റൻസ് പറഞ്ഞേ, നാരങ്ങ, നമുക്ക് നാരങ്ങ പിഴിയാം. എങ്ങനെ പറയും? ലെറ്റ്സ് സ്ക്യൂസ് എ ലെമൺ. ലെറ്റ്സ് സ്ക്യൂസ് എ ലെമൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നാരങ്ങ പിഴിയാം. പോർ, പോർ എന്ന് വെച്ചാൽ ഒഴിക്കുക എന്നാണ് അതിനർത്ഥം. ഞാൻ നാരങ്ങ വെള്ളം ഒഴിക്കുന്നു. ഐ പോർ ദ ലെമൺ ജ്യൂസ്. ഐ പോർ ദ വാട്ടർ. ഐ പോർ ടീ. അടുത്തതാണ് സ്പ്രിങ്കിൾ. സ്പ്രിങ്കിൾ എന്ന് വെച്ചാൽ വിതറുക. പിന്നെ കുരുമുളക് പൊടി വിതറുന്നു. ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ കുരുമുളക് പൊടി വിതറുന്നു. അപ്പൊ അതിന് കുരുമുളക് പൊടി വിതറുന്നതിനെ എങ്ങനെ പറയുന്നത്? ഞാൻ കുരുമുളക് പൊടി വിതറുന്നു എന്ന് പറഞ്ഞേ. ഐ സ്പ്രിങ്കിൾ പെപ്പർ പൗഡർ അല്ലെ, പെപ്പർ പൗഡർ. ഐ സ്പ്രിങ്കിൾ പെപ്പർ പൗഡർ. അരിക്കുക എന്നുള്ളതിന്റെ വാക്ക് ഏതാണെന്ന് അറിയാമോ? സ്ട്രെയിൻ. സ്ട്രെയിൻ ചെയ്യുക. സ്ട്രെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞു, അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ കുരുവിനെയൊക്കെ കളയാൻ വേണ്ടി നമ്മൾ അരിച്ചെടുക്കുമല്ലോ, അരിച്ചെടുക്കുന്നതിനാണ് സ്ട്രെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അരിപ്പ് എന്ന് പറയുന്നതിന്റെ വാക്ക് ഏതാന്ന്? സ്ട്രെയിനർ. സ്ട്രെയിനർ. സ്ട്രെയിൻ ചെയ്തെടുക്കുന്ന ഉപകരണമായതുകൊണ്ടാണ് അതിന് സ്ട്രെയിനർ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഐ സ്ട്രെയിൻ ദ ലെമൺ ജ്യൂസ്, ഞാൻ ലെമൺ ജ്യൂസ് അരിക്കുന്നു. വാക്കുകൾ നന്നായിട്ട് വൃത്തിയായിട്ട് പഠിച്ച് സെന്റൻസുകളിലൊക്കെ ഉപയോഗിച്ച് നല്ല എക്സ്പേർട്ട് ആയിട്ട് മാറുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.